അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. സ്വിൽ ബിമ യുനാസിബു. താഴെ 8ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ഒരു ബോക്സിൽ ഉണ്ടാകും, അതെടുത്തിട്ട് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, യാ സ്വദീഖി ഡാഷ് മഅന ഫി സയ്യാറത്തി. അപ്പോൾ അവിടെ ഏതാണ് വരേണ്ടത്? ആദ്യം നമുക്ക് ആ ബോക്സിലുള്ളതെന്ന് നോക്കാം. കസഹത, ഉക്തുബു, ലൻ യളിമു, ഇഷ്റബ, ലം തൽഅബ, ഇർകബ്, ലിയഉമുറ, ലൻ യഷ്തിമ. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ചത് ഏതാണ്? ഇർകബ് എന്നാണ്. യാ സ്വദീഖി ഇർകബ് മഅന ഫി സയ്യാറത്തി. അപ്പൊ അതിന്റെ അർത്ഥം, യാ സ്വദീഖി എന്റെ കൂട്ടുകാരായ, ഇർകബ് നീ കയറുക, മഅന എന്റെ കൂടെ, ഫി സയ്യാറത്തി കാറിൽ. അപ്പോൾ അവിടെ ഇർകബ് എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് അൽ അബു വൽ ഉമ്മു, ഉമ്മയും ഉപ്പയും, ലിയഉമുറ ഔലാദഹുമ, അപ്പൊ അവരുടെ കുട്ടികളോട് കൽപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ബിസ്വലാത്തി നിസ്കാരം കൊണ്ട്. അപ്പൊ അവിടെ ലിയഉമുറ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തത് ഖാലൽ ഉസ്താദു ലിത്തലാമിദത്തി ഡാഷ് ദുറൂസക്കും. അപ്പൊ അവിടെ ഉക്തുബു എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു, വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഉക്തുബു നിങ്ങൾ എഴുതുക, ദുറൂസക്കും നിങ്ങളുടെ പാഠങ്ങൾ. അപ്പൊ അവിടെ ഉക്തുബു എന്നുള്ളതാണ് എഴുതാനുള്ളത്. നാലാമത്തത് ഖുൽതു ലി അബവയ്യ ഡാഷ് ഹാദിഹിൽ അസ്വീദ. അപ്പൊ അവിടെ ഇഷ്റബ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ പിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ ജ്യൂസ് കുടിക്കുക. അപ്പൊ അവിടെ അതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തത് അൽ അഹവാനി ഡാഷ് അഹദൻ. അപ്പൊ അവിടെ ലൻ യഷ്തിമ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. അൽ അഹവാനി ലൻ യഷ്തിമ അഹദൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്ത് വരും? രണ്ട് സഹോദരന്മാർ, അവർ രണ്ടുപേരും ഒരാളെയും തീർച്ചയായിട്ടും ചീത്ത പറയുകയില്ല. അപ്പൊ അതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ആറാമത്തത് അൽ മുഅ്മിനൂന ഡാഷ്. അപ്പൊ അവിടെ ലൻ യളിമു എന്നുള്ളതാണ്. അൽ മുഅ്മിനൂന ലൻ യളിമു. അതിന്റെ അർത്ഥം സത്യവിശ്വാസികൾ തീർച്ചയായിട്ടും അവർ അക്രമം നടത്തുന്നവരല്ല. അതാണ് ആറാമത്തതിന്റെ അർത്ഥം. ഇനി ഏഴാമത്തത് അൽ ബിൻതാനി ലം തൽഅബ ബി ഖുറത്തിൻ ഖത്ത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? രണ്ട് പെൺകുട്ടികൾ. അപ്പൊ അവിടെ ലം തൽഅബ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ രണ്ട് പെൺകുട്ടികൾ, അവർ തീരെ തന്നെ പന്ത് കളിച്ചിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. രണ്ട് പെൺകുട്ടികൾ, അവർ തീരെ തന്നെ പന്ത് കളിച്ചിട്ടില്ല. ഇനി എട്ടാമത്തെ ചോദ്യമാണ് അൽ ബിൻതാനി ഡാഷ് ഫിനാ ഉൽ ബൈത്തി. അവിടെ കസഹത്ത എന്നുള്ളതാണ് എഴുതാനുള്ളത്. അൽ ബിൻതാനി കസഹത്ത ഫിനാ അൽ ബൈത്തി. അതിന്റെ അർത്ഥം രണ്ട് പെൺകുട്ടികൾ വീടിന്റെ മുറ്റം അടിച്ചു വാരി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. തമ്മീം എന്നുള്ളതാണ്. അവിടെ പൂർത്തിയാക്കാതെയാണ് കൊടുത്തത്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തീകരിച്ചിട്ട് എഴുതണം. ഒന്നാമത്തെ ചോദ്യം അൽ ഹർഫു. ഹർഫ് ലഫ്ഉൻ ലൈസ ലഹു മഗ്ന ഇല്ല ഡാഷ്. അപ്പൊ അവിടെ എന്താണ്? മഅ ഗൈരിഹി എന്നുള്ളതാണ് എഴുതാനുള്ളത്. അൽ ഹർഫു ലഫ്ഉൻ ലൈസ ലഹു മഅന ഇല്ല മഅ ഗൈരിഹി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മറ്റൊന്നിനോടൊപ്പമല്ലാതെ അർത്ഥമില്ലാത്ത വാക്ക്, അതിനാണ് എന്ത് പറയുക? ഹർഫ്. അപ്പൊ മഅ ഗൈരിഹി എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് ഇദാ ദുക്കിറൽ ഫാഇലു, ഫാഇലിനെ പറയപ്പെട്ടാൽ മഅൽ ഫിഅലി ഫീലിനോട് കൂടെ യുസമ്മ, അപ്പൊ അതിന് പേര് വെക്കപ്പെടും മഅറൂഫൻ, മഅറൂഫ് എന്നല്ലേ. അപ്പൊ അവിടെ മഅറൂഫൻ എന്നുള്ളതാണ് എഴുതാനുള്ളത്. മൂന്നാമത്തത് അൽ മൻഫി. മൻഫി എന്ന് പറഞ്ഞാൽ എന്താ? ഫിഅലുൻ യദുല്ലു അലാ അദമി ഡാഷ്. അപ്പൊ അവിടെ വുഖൂഇൽ ഫിഅലി എന്നാണ് എഴുതാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പ്രവൃത്തി സംഭവിച്ചിട്ടില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന ഫിഅലാണ് മൻഫി എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് യകൂനുൽ മാളി മഅറൂഫ് മൻഫിയൻ ബിദുഖൂലി മാഫി അവ്വലിഹി. അപ്പൊ അവിടെ മാഫി അവ്വലിഹി എന്നുള്ളതാണ് എഴുതാനുള്ളത്. എന്താണ്?
മാലി മഅറൂഫ് മൻഫിയാകും. എങ്ങനെയാണാവുക? ബി ദുഖൂലി മാഫി അവലിഹി, അതിന്റെ ആദ്യത്തിൽ മാ പ്രവേശിക്കൽ കൊണ്ട്. അതാണ്. ഇനി അഞ്ചാമത്തത് യുജഅലുൽ മാദിൽ മജ്ഹൂലുൽ മുസ്ബത്ത് മൻഫിയൻ ഡാഷ്. അപ്പോൾ അവിടെ ബി സിയാദത്തി മാഫി അവലിഹി എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മാലി മജ്ഹൂല് മുസ്ബത്ത് മൻഫിയാക്കൽ എങ്ങനെയാണ്? ആദ്യത്തിൽ മാ ചേർക്കൽ കൊണ്ടാണ്. അപ്പൊ ആദ്യത്തിൽ മാ ചേർക്കൽ കൊണ്ടാണ് എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. മൂന്നാമത്തെ പ്രവർത്തനം ഉക്തുബു അൽഫാദൽ അഫ്ആലിൽ ആത്തിയ, താഴെ നൽകിയിട്ടുള്ള ഫീലുകൾക്ക് ലഫ്ള് എഴുതാനാണ്. ഒന്നാമത്തെ നോക്കാം, ലം അഖ്തുൽ. അതിന്റെ ലഫ്ള് എങ്ങനെയാണ് വരിക? അൽ മുത്തകല്ലിമുൽ വാഹിദു മിനൽ മുസ്തഖ്ബിലിൽ മഅറൂഫിൽ മൻഫി ബിലം. അടുത്തതോ രണ്ടാമത്തെ ലൻ യളിമ അൽ മുദക്കറുൽ വാഹിദുൽ ആയിബു മിനൽ മുസ്തഖ്ബിലിൽ മഅറൂഫിൽ മൻഫി ബിലൻ. മൂന്നാമത്തെ ഇഫ്അലൻ ജംഉൽ മുഅന്നസി മിനൽ അംരിൽ ഹാദിർ. അടുത്തതോ നാലാമത്തത് ലിയഫ്അൽ അൽ മുദക്കറുൽ വാഹിദു മിനൽ അംരിൽ ആയിബ്. ഇനി സ്വരിഫ് എന്നുള്ളതാണ് നാലാമത്തെ പ്രവർത്തനം. ഒന്നാമത്തത് ലി യുൻഫിഖ്, അത് സ്വറഫാക്കുമ്പോൾ എങ്ങനെ വരും? ലി യുൻഫിഖ്, ലി യുൻഫിഖാ, ലി യുൻഫിഖു, ലി തുൻഫിഖ്, ലി തുൻഫിഖാ, ലി യുൻഫിഖ്ന എന്ന് വരും. രണ്ടാമത്തത് ലൻ യഷ്തിമ, ലൻ യഷ്തിമ, ലൻ യഷ്തിമു, ലൻ തഷ്തിമ, ലൻ തഷ്തിമ, ലൻ യഷ്തിംന എന്ന് വരും. മൂന്നാമത്തത് ഉക്തുൽ, ഉക്തുൽ, ഉക്തുല, ഉക്തുലു, ഉക്തുലി, ഉക്തുല, ഉക്തുൽന എന്ന് വരും. നാലാമത്തത് ലൻ ലം യുഖ്ല, ലം യുഖ്ല, ലം യുഖ്ലഉ, ലം തുഖ്ല, ലം തുഖ്ലഅ, ലം യുഖ്ലഗ്ന എന്ന് വരും. അപ്പോൾ സറഫൊക്കെ നല്ല രൂപത്തിൽ പഠിക്കുക. എല്ലാ എക്സാമിനും സറഫും ലഫ്ളുകളും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് നിർബന്ധമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഇദാ ദഖല ലൻ അലൽ മുളാരിഇ മാദാ യുഹ്ദഫു മിൻഹു. അപ്പൊ മുളാരിയുടെ മേൽ ലൻ പ്രവേശിച്ചാൽ എന്തെല്ലാമാണ് കളയപ്പെടുക എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം നൂനു തസ്നിയ, തസ്നിയാന്റെ നൂനും, വൽ ജംഇൽ മുദക്കർ, ജംഉ മുദക്കറിന്റെയും, വൽ മുഖാത്തബ്. അപ്പൊ ഈ നൂനുകളൊക്കെ എന്ത് ചെയ്യും? മുളാരിയിൽ ലൻ കടന്നാൽ കളയപ്പെടും. രണ്ടാമത്തത് യുഅഖദുൽ അംറുൽ ഹാദിറു മിമ്മ, എന്തിൽ നിന്നാണ് അംർ ഹാദിർ എടുക്കുക? മിനൽ മുളാരി ഹാദിർ, മുളാരി ഹാദിറിൽ നിന്നാണ് അംർ ഹാദിർ എടുക്കുക. മൂന്നാമത്തത് യുബ്നൽ അംറുൽ ആയിബ് മിമ്മ, അംർ ആയിബ് എന്തിൽ നിന്നാണ് എടുക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം യുബ്ന അംറുൽ ആയിബ്. അപ്പൊ അംറുൽ ആയിബ് എടുക്കുന്നത് മിൻ മുളാരി ആയിബ്, മുളാരി ആയിബിൽ നിന്നാണ്. എങ്ങനെയാണ്? അദ്ഖിൽ അവലുൽ മുളാരി ആയിബ്, മുളാരി ആയിബിന്റെ ആദ്യത്തിൽ നീ പ്രവേശിപ്പിക്കുക ലാമൻ, ലാമിനെ. എങ്ങനെയുള്ള ലാമിനെയാണ്? മക്സൂറത്തിൻ, കസുറാക്കപ്പെട്ട. വസക്കിൻ ആഖിറൽ ഫിഅലി, ഫിഅലിന്റെ അവസാനത്തിൽ നീ എന്തും ചെയ്യുക? സുക്കൂനും ചെയ്യുക. അൽ വാഹിദ്, വഹദാനി. പിന്നെയോ അങ്ങനൊക്കെ ആണെങ്കിൽ വഹദ്ഫി നൂനിൽ മുസന്ന വജമുൽ മുദക്കർ. അപ്പോൾ നൂനിനെ കളയും, മുസന്നയിലെ നൂനും കളയും, ജമ്മു മുദക്കറിലെ നൂനിനെയും കളയും. ഇനി അടുത്തത് നാലാമത്തത് ളുമ്മൽ ഹംസത്തുൽ വസ്ലി ഫിൽ അംറിൽ ഹാദിർ മത്ത. എപ്പോഴാണ് അംർ ഹാദിറിൽ വസ്ലിന്റെ ഹംസക്ക് ലമ്മ് കൊടുക്കുക? എപ്പോഴാണ്? ഇൻകാനമാ ഖബ്ലൽ ആഖിർ മദ്മൂമൻ, ഇൻകാനമാ ഖബ്ലൽ ആഖിർ, അവസാനത്തിന്റെ മുൻപുള്ളത്, അവസാനത്തിന് മുൻപുള്ളത് ഒന്ന് ആയി കഴിഞ്ഞാൽ മദ്മൂമൻ, ലമ്മാണെങ്കിൽ. നമ്മൾ കാരണം ഈ യക്തുബു എന്നുള്ളതിന് ഉക്തുബ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഇൻകാനമാ ഖബ്ലൽ ആഖിറ, അവസാനത്തതിന് തൊട്ട് മുമ്പുള്ള ഒന്ന് ആയി കഴിഞ്ഞാൽ മദ്മൂമൻ, ലമ്മാണെങ്കിൽ എന്ത് ചെയ്യും? അംർ ഹാദിറിലെ വസ്ലിന്റെ ഹംസക്കും ലമ്മായിരിക്കും. ഇനി അഞ്ചാമത്തത് കൈഫ യുജഅലുൽ മുളാരിൽ മഅറൂഫ് മജ്ഹൂലൻ. എന്താണ് അവിടെ പറയുന്നത്? എങ്ങനെയാണ് മുളാരിയെ മഅറൂഫ്, കൈഫ യുജഅലു എങ്ങനെയാണ് ആക്കുക? അൽ മുളാരി, മുളാരിൽ മഅറൂഫ്, മുളാരി മഅറൂഫിനെ മജ്ഹൂല എങ്ങനെയാണ് ആക്കുക എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ബി ലമ്മി അലാമത്തിൽ ഇസ്തിഖ്ബാലി, മുസ്തഖ്ബിലിന്റെ അടയാളത്തിന് ലമ്മ് കൊടുക്കുക. വ ഫത്തഹി മാ ഖബ്ലൽ ആഖിർ, അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തഹും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ
മുളാരി മഅറൂഫിന് എങ്ങനെയാണ് മുളാരി മജ്ഹൂലാക്കുക എന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? മുസ്തഖ്ബിലിന്റെ അടയാളത്തിന് ദമ്മും കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ളതിന് ഫതഹും കൊടുക്കുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ മുളാരി മഅറൂഫ് മുളാരി മജ്ഹൂലായി മാറും. ഇനി അടുത്തത് ആറാമത്തത് തർജീം, അർത്ഥം എഴുതാനാണ്. ഒന്നാമത്തത് ലം യൽബസ് ലിബുസൻ, ലം നെൽബസ് ലിബുസതൻ തുഖാലിഫ സിയൽ ഇസ്ലാമി. അർത്ഥം എന്താണ്? ഇസ്ലാമിക വേഷത്തിന് വിരുദ്ധമായ വേഷം ഞങ്ങൾ ധരിച്ചിട്ടില്ല. രണ്ടാമത്തത് അൽ മൗത്തു ഇന്തിഖാലുൻ മിനദ് ദുനിയൽ ഫാനിയ ഫാനിയത്തി ഇലൽ ആഖിറത്തി ബാഖിയ. എന്താണ് അർത്ഥം? മരണം എന്നുള്ളത് നശ്വരമായ ഐഹിക ലോകത്ത് നിന്നും ശാശ്വതമായ പാരത്രിക ലോകത്തേക്ക് നീങ്ങലാണ്. ഒന്നുകൂടെ നോക്കാം. മരണം എന്നുള്ളത് നശ്വരമായ ഐഹിക ലോകത്ത് നിന്നും ശാശ്വതമായ പാരത്രിക ലോകത്തേക്ക് നീങ്ങലാണ്. ഇനി അവസാനത്തെ ഏഴാമത്തെ പ്രവർത്തനം കമ്മിൽ പൂർത്തിയാക്കാനാണ്. അൽ ഫിഅലുൽ മുദാരി അൽ ഫിഅലു യദുല്ലു ഡാഷ് അവിൽ ഹാദിരി. അപ്പൊ അവിടെ അലാ വഖൂഇൽ അംരി ഫി സമാനിൽ മുസ്തഖ്ബിലി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഭാവിയിലോ വർത്തമാനത്തിലോ, മുളാരി എന്ന് പറഞ്ഞാൽ മുളാരിയായിട്ടുള്ള ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലോ വർത്തമാനകാലത്തോ സംഭവിച്ച ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ക്രിയയാണ്. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.